മുംബൈയിൽ ഡിജിറ്റൽ അറസ്റ്റിൻ്റെ പേരിൽ ഒരു യുവതിയെ നഗ്നയാക്കി പണം തട്ടിയെടുത്തു. 1,70,800,000 രൂപയാണ് തട്ടിയെടുത്തത്. ജെറ്റ് എയർവേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിൽ പ്രതിയാണ് ഈ യുവതിയെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടായിരുന്നു ഈ തട്ടിപ്പ് നടത്തിയത്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ഡിജിറ്റൽ അറസ്റ്റ്, വിർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞ് ആളുകളെ പേടിപ്പിച്ച് അവർക്ക് ദേഹപരിശോധന വേണമെന്ന് പറഞ്ഞിട്ട് അവരുടെ വസ്ത്രങ്ങൾ മൊത്തം അഴിച്ചിട്ട് പരിശോധന നടത്തിയതിൻ്റെ ഹീനമായ കഥയാണ് മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ നമ്മോട് പറയാൻ പോകുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം ചേരുന്നു. ശ്രീനാഥ് ചന്ദ്രൻ, ഗുഡ് മോർണിംഗ്. പറയൂ, നമുക്ക് കേട്ടുകേൾവിയില്ലാത്ത ഡിജിറ്റൽ കുറ്റങ്ങളാണല്ലോ ഇന്ത്യയിൽ നടക്കുന്നത്. തീർച്ചയായും എസ്.കെ, നേരത്തെ പലവട്ടം പല കാലങ്ങളിൽ ഈ ഡിജിറ്റൽ തട്ടിപ്പുകൾ പലത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ OTP പിന്നൊക്കെ വാങ്ങിച്ച് നടത്തുന്ന തട്ടിപ്പ് അതൊക്കെ മാറി ഇപ്പോൾ നേരിട്ട് ആളുകളെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ഡിജിറ്റൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇത്തരം കടന്ന് ഡിജിറ്റൽ അറസ്റ്റ് മാത്രമല്ല ഈ കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവരുടെ ശരീരം പരിശോധിക്കണം എന്ന് ആവശ്യപ്പെട്ട് വീഡിയോ കോളിലൂടെ അത്തരം ഒരു പരിശോധന നടത്തി അത് ചിത്രീകരിച്ച് അതേ തുടർന്ന് പിന്നീടും ഭീഷണി ഉണ്ടായി. ചുരുക്കത്തിൽ 1,78,000 രൂപ യുവതിയിൽ നിന്ന് പിടിച്ചെടുക്കുകയും ഈ സംഘം ചെയ്തിട്ടുണ്ട്. യുവതിയുടെ പരാതി ദഹിസർ പോലീസിലാണ് യുവതി ഇങ്ങനെ ഒരു പരാതി നൽകിയിട്ടുള്ളത്. ബോറിവലി ഈസ്റ്റിലാണ് യുവതി താമസിക്കുന്നത്. ഒരു മരുന്ന് കമ്പനിയിൽ ആണ് ഇവർ ജോലി ചെയ്യുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജെറ്റ് എയർവേസുമായി ബന്ധപ്പെട്ട ഒരു കള്ളപ്പണ കേസിൽ, നരേഷ് ഗോയലുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ഈ യുവതിയുടെ പേര് കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഈ തട്ടിപ്പ് സംഘം യുവതിയെ അറിയിച്ചത്. ആരോടും ഈ കാര്യങ്ങൾ പറയരുത്, ഇത് തീർക്കണമെങ്കിൽ മറ്റ് ചില കാര്യങ്ങളൊക്കെ പരിശോധനകളൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് അതിവേഗമാണ് ഈ നവംബർ 19, 20 തീയതികൾക്കുള്ളിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ 2 ദിവസത്തിനുള്ളിൽ യുവതി ഏതാണ്ട് മറ്റൊന്നും ചെയ്യാൻ കഴിയാത്ത വിധം നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ട് ഈ വീഡിയോ കോളിലേക്ക് നിർത്തി ഭീഷണിപ്പെടുത്തി മറ്റൊരു മറ്റൊരു തലത്തിലേക്ക് മാനസിക നിലയെ കൊണ്ടുചെന്ന് എത്തിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് നടന്നിട്ടുള്ളത്. ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്ന അതൊരു മറ്റൊരു തലത്തിലേക്ക് അതിൻ്റെ രൂക്ഷത, അതിൻ്റെ ഗൗരവ സ്വഭാവം കുറച്ചുകൂടി കൂടുന്നു എന്നത് സൂചിപ്പിക്കുന്നുണ്ട് മുംബൈയിൽ നടന്ന ഈ സംഭവം. എസ്.കെ, ശ്രീനാഥ് ചന്ദ്രൻ, ഈ വാർത്തയുടെ കൂടുതൽ അന്വേഷണം വേണം. കാരണം ഇത്തരം കുറ്റകൃത്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല, അത് മുംബൈയിലാണെങ്കിൽ പോലും. അത് താങ്കൾ അന്വേഷിക്കുക. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. വിർച്വൽ അല്ലെങ്കിൽ ഡിജിറ്റൽ അറസ്റ്റിൻ്റെ പേരിൽ ഒരു യുവതിയെ ഭീഷണിപ്പെടുത്തി നഗ്നയാക്കി പൈസ തട്ടിയെടുത്തു എന്നുള്ള വാർത്തയാണ് പറഞ്ഞത്.